ഇന്നത്തെ ഒരു വീഡിയോയിൽ കൺവേർട്ട് കിറ്റിൽ നമുക്ക് എങ്ങനെ ഫോമുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതായത് ലീഡ്സ് കളക്ട് ചെയ്യാനുള്ള ഫോമുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ കൺവേർട്ട് കിറ്റിന്റെ ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം ഇവിടെ ഗ്രോത്ത് എന്ന് പറഞ്ഞ ടാബിൽ നേരെ ലാൻഡിംഗ് പേജസ് ആൻഡ് ഫോംസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. അതിലിവിടെ ക്രിയേറ്റ് എ ന്യൂ എന്ന് പറഞ്ഞുള്ള ഈ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഫോം ആണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതോ ലാൻഡിംഗ് പേജ് ആണോ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ജസ്റ്റ് ഞാനിവിടെ ഫോം ചൂസ് ചെയ്യാണ്. ഫോം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഫോർമാറ്റിലാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പം ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഞാനിവിടെ സെക്കൻഡ് ഉള്ള ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാണ്. ജസ്റ്റ് ലോഡായി കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൽ ഏത് ടെംപ്ലേറ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മൾ നോർമലി വെബ്സൈറ്റിലൊക്കെ കാണുന്ന ഒരു ഫോർമാറ്റാണ് നെയിമും ഇമെയിൽ ഐ ഡിയും മാത്രമുള്ള ഒരു ഫോർമാറ്റ്. അപ്പം ഞാൻ അത് ഇവിടെ ചൂസ് ചെയ്യാണ്. ജസ്റ്റ് അത് ചൂസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇമെയിൽ ഐ ഡി മാത്രമേ വന്നുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു പ്ലസ് സിമ്പൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലസ് സിമ്പലിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു അഡീഷണൽ ഒരു ഫീൽഡും കൂടി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു 3 ലൈൻസ് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പൊസിഷൻ ഒന്ന് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കസ്റ്റം ഫീൽഡ് എന്നുള്ളതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കസ്റ്റം ഫീൽഡ് എന്നുള്ളതുണ്ട്. അവിടെ ഫസ്റ്റ് നെയിം എന്നുള്ളത് ഞാൻ ചൂസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ റിക്വയർഡ് എന്ന് പറഞ്ഞു കൊടുത്തു. റിക്വയർഡ് എന്ന് പറഞ്ഞാൽ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ ബട്ടൺ പ്രസ് ആവത്തുള്ളൂ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സിൽ വന്നതിന് ശേഷം ഇവിടെ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ സെൻഡ് ഇൻസെൻറ്റീവ് മെയിൽ എന്നുള്ളത് ടിക്ക് ഓഫ് ആക്കി വെക്കുക. ഇത് ഓഫാക്കി വെക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ പേരും നമ്മൾ ഈ ഒരു ഫോം അയച്ചു കൊടുത്തു, അവർ പേരും ഇമെയിലും കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു കൺഫർമേഷൻ ഇമെയിൽ പോകും. ആ ഇമെയിലിൽ കയറി അവർ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർ നമ്മളെ ഈ കൺവേർട്ട് കിറ്റിലേക്ക് സബ്സ്ക്രൈബർ ആയിട്ട് ആഡ് ആവത്തുള്ളൂ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണമെന്നില്ല, ഈ കൺഫർമേഷൻ ചെയ്യണം നിർബന്ധമല്ല. അപ്പം കുറെ എണ്ണം നമുക്ക് അങ്ങനെ മിസ്സായി പോകും. അങ്ങനെ മിസ്സാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടിക്ക് ഓഫ് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സേവ് ചെയ്യാം. അതിനുശേഷം ഇവിടെ പബ്ലിഷ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. പബ്ലിഷ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആവുക. ഇതിൽ ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്, HTML ഉണ്ട്. ഈ കോഡ് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ യൂസ് ചെയ്യാം. ഇനി ഷെയർ ഓപ്ഷൻ ഉണ്ട്. ഷെയറിൽ ഈ ഒരു കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ലിങ്ക് നിങ്ങളെ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാൻ പറ്റും. ഇനി വേർഡ് പ്രസ് ആണെന്നുണ്ടെങ്കിൽ വേർഡ് പ്രസ്സിൽ നിങ്ങൾക്ക് വേർഡ് പ്രസ്സിൽ കൺവേർട്ട് കിറ്റിന്റെ പ്ലഗിൻ അവൈലബിൾ ആണ്. ആ പ്ലഗിനിൽ ഈ ഒരു കോഡ്, ഈ ഒരു ഷോർട്ട് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക്, വേർഡ് പ്രസ് വെബ്സൈറ്റിലേക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഫോമുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോമുകളിലേക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ ഡാറ്റ, അവരുടെ പേര്, ഇമെയിൽ ഐ ഡി നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇൻഫർമേഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.